കണ്ണൂർ ശ്രീകണ്ഠാപുരം സ്വദേശിയായ 23-കാരൻ കഴിഞ്ഞ ബുധനാഴ്ചയാണ് വാഹനാപകടത്തിൽപ്പെടുന്നത്. ആദ്യം ചികിത്സ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലായിരുന്നു. പിന്നീട് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റി. അതിനിടയിലാണ് മസ്തിഷ്ക മരണം സംഭവിക്കുന്നത്. പിന്നീട് ബന്ധുക്കളും ആശുപത്രി അധികൃതരും നടത്തിയ ചർച്ചയിലാണ് യുവാവിൻ്റെ എക്കാലത്തെയും ഓർമ്മയ്ക്കായി ഈ രീതിയിൽ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ബന്ധുക്കൾ എത്തിയത്. ഹൃദയവും അതോടൊപ്പം തന്നെ ഇരുവൃക്കകളും കരളുമാണ് അവയവദാനം നടത്തിയിട്ടുള്ളത്. ഹൃദയം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിലിരിക്കുന്ന 48-കാരനായ മലപ്പുറം സ്വദേശിക്കാണ് ദാനം ചെയ്തിട്ടുള്ളത്. മസ്തിഷ്ക മരണം സംഭവിച്ച 23-കാരൻ്റെ ഹൃദയവുമായി ഇന്ന് രാവിലെ 10:33 കൂടിയാണ് കൊച്ചി ആസ്റ്ററിലെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ വന്നെത്തിയത്. ഹൃദയവുമായി എത്തിയ ആ ഹെലികോപ്റ്ററിൽ നിന്ന് ഹൃദയം ഒരു ബഗ്ഗിയിൽ നേരെ ആശുപത്രിയുടെ തൊട്ട് മുന്നിലേക്ക് കവാടത്തിൽ എത്തിക്കുകയും ഏകദേശം 30 സെക്കൻഡ് കൊണ്ട് അതെത്തിക്കുകയും തുടർന്ന് ലിഫ്റ്റ് വഴി 1-ാം നിലയിലെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയുമായിരുന്നു. 23-കാരൻ്റെ ഹൃദയം അതോടൊപ്പം തന്നെ മറ്റ് 3 അവയവങ്ങൾ കൂടിയാണ് ദാനം ചെയ്യുന്നത്. കൊച്ചിയിലെ ആസ്റ്ററിലേക്കാണ് ഹൃദയം എത്തിച്ചതെങ്കിൽ കരള് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലേക്കും മറ്റൊരു വൃക്ക ആസ്റ്റർ മിംസ് കണ്ണൂരിലേക്കും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മറ്റൊരു വൃക്കയും അങ്ങനെ ദാനം ചെയ്യുന്നു. 23-കാരൻ്റെ കരളും ഒരു വൃക്കയുമാണ് കോഴിക്കോടേക്ക് കൊണ്ടുവന്നത്. 11:04 കരൾ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ ചികിത്സയിലുള്ള വ്യക്തിയിലൂടെയാണ് ഈ 23-കാരൻ്റെ കരൾ ഇനി വീണ്ടും തുടിക്കുക. വൃക്ക മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് തുന്നിച്ചേർക്കുന്നത് മറ്റൊരു കണ്ണൂർ സ്വദേശിക്ക് തന്നെയാണ്. പോലീസ് വാഹനത്തിൻ്റെ അകമ്പടിയോടുകൂടിയാണ് അവയവങ്ങളുമായുള്ള ആംബുലൻസുകൾ കോഴിക്കോട്ടേക്ക് എത്തിയത്. വേർപാടിൻ്റെ കടുത്ത വേദനയിലും മറ്റൊരു ജീവന് വേണ്ടി ആ കുടുംബമെടുത്ത തീരുമാനം തന്നെയാണ് ഈ ദൗത്യത്തിൻ്റെ ജീവൻ. കണ്ണൂരിൽ നിന്നും സാരംഗ് സുരേഷിനും കോഴിക്കോട് നിന്ന് KV രാഹുലിനും ക്യാമറമാൻ നിഖിൽ ജോസഫിനുമൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.